തൃശൂർ മോഡൽ ആവർത്തിക്കാതിരിക്കാനും ബിജെപിയുടെ വിദ്വേഷ പ്രചരണങ്ങളെ തടയാനുമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ FDPI UDFനെ പിന്തുണച്ചതെന്ന് FDPI ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം. RSS CPM ഡീൽ തിരിച്ചറിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ FDPI വിവിധ രീതിയിൽ പ്രചരണം ആരംഭിച്ചിരുന്നുവെന്നും ഷഹീർ ചാലപ്പുറം പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കും വിധമാണ് CPM മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിയതെന്ന് ഷഹീർ ചാലിപ്പുറം പറഞ്ഞു. UDFന് വോട്ട് ചെയ്യണമെന്ന ജമാഅത്തിന്റെ നോട്ടീസിൽ തിരുത്തൽ വരുത്തി LDF എന്നാക്കി പ്രചരണം നടത്തി. തൃശൂർ മോഡൽ ആവർത്തിക്കാൻ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന സാധ്യത മുൻകൂട്ടി കണ്ടാണ് SDPI പ്രചരണം നടത്തിയത്. വിദ്വേഷ പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. ഈ കാര്യങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഏത് വിധേനയും BJPയെ കേരള നിയമസഭയിലേക്ക് പാലക്കാട് നിന്നൊരു ജനപ്രതിനിധിയെ എത്തിക്കുന്നത് നമ്മുടെ നാടിന് ദോഷകരമാണ് എന്നുള്ള കൃത്യമായ തിരിച്ചറിവിൽ നിന്ന് പാലക്കാട് മണ്ഡലത്തിലെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണോ അവിടെ മുൻതൂക്കമുള്ളത് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു, ഒരു നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. സിറാജിലും സുപ്രഭാതത്തിലും പ്രത്യേക തരത്തിൽ പരസ്യം നൽകിയത് തന്നെ മതേതര പാർട്ടിയായ CPMന്റെ അപജയമാണ്. RSSനെയും BJPയെയും എതിർക്കുക എന്ന നയത്തിലാണ് SDPI പ്രവർത്തിക്കുന്നത്. ഈ നയത്തിന്റെ ഭാഗമായാണ് നേമത്ത് CPMനെ സഹായിച്ചത്. പാലക്കാട്ട് തൃശൂർ ഡീൽ പൊളിഞ്ഞത് SDPIയുടെ പ്രചരണം കൊണ്ടാണെന്നും ഷഹീർ ചാലിപ്പുറം പറഞ്ഞു. SDPI ജില്ലാ കമ്മിറ്റി അംഗം AY കുഞ്ഞുമുഹമ്മദ്, മീഡിയ കോർഡിനേറ്റർ ഹംസ ചളവറ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.